ഹലോ. അപ്പോൾ അങ്ങനെ നമ്മളിത് ഫസ്റ്റ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തി നമ്മൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടുത്തെ വിഷ്വൽസൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഉണ്ട് പുറകിൽ. അതേ മോള് നേഹമോൾ അതാ പോകുന്നു കേട്ടോ. എന്താ വടി എവിടെ വെച്ചേക്കും? അടീൻ്റെ ആവശ്യമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല റോസ് ഗാർഡന് പാലമാണേ, പാല ആർച്ചാ പോലെ റോസ് ഗാർഡന് വന്നിട്ട് ഒരാൾ വന്ന് ഇടിച്ചിട്ട്. ഓ അതിനടുത്തതാണോ നല്ലത്? അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണേ. ഒറ്റ ഇടിയല്ലേ ബായോ. സ്റ്റെപ്പ് കയറി ഇറങ്ങാനില്ല. ഇവിടെ ഇങ്ങനെ നിറയെ പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പൂക്കളുണ്ടോ? ഇത് അന്ന് നമ്മൾ പൂപ്പൊലിയിൽ പോയപ്പോൾ കണ്ട അതേ പൂക്കൾ തന്നെ, സെയിം പൂക്കളാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയിലാണോ വെച്ചത്? അവിടെ നല്ല ഒന്നിച്ച് വെച്ചത്. ഇതെല്ലാം ചെറിയ കൂടകളിലാണ്. ഇവിടെ ഇങ്ങനെ നഴ്സറി പോലെ ഉണ്ടാക്കിയത്. ബൊട്ടാണിക്കൽ ഗാർഡൻ കുഞ്ഞാ, ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലേ? കുറച്ച് റെയർ പ്ലാന്റ്സും ട്രീകൾ അങ്ങനെയുള്ള സാധനങ്ങളല്ലേ ഇവിടെ ഉണ്ടാവാറുള്ളത്? അതെ. ശരിക്കും വന്നപ്പോൾ ദേവദാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അത് തന്നെ. ട്രീസൊക്കെ അതിലെ അതിലേ പോകുമ്പോൾ ചുറ്റി പോകുമ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഇത് ഒരു മറ്റേ ഫ്ലവർ ഷോ മെയിലൊക്കെ ഇല്ലേ ആവുക, അങ്ങനത്തേക്കുള്ള റെഡിയാക്കുള്ള. ഇതിനകത്ത് നിറയെ പൂക്കളാണ്. ഇവിടെ ഈ സൈഡിൽ ആന്തൂറിയം, ഇവിടെയൊക്കെ വേറെ ടൈപ്പ് പൂക്കൾ ഒത്തിരി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എവിടെയും നിൽക്കണം. എന്ത് വരി നിനക്കൊരു നാണം. പണമുണ്ട് ചില പൂക്കൾക്ക്. ആണോ? നല്ല രസമുണ്ടാകും പുറകിലെ മഞ്ഞപ്പൂക്കൾ കാണാൻ. ഈ തണുത്ത കാറ്റാ നമുക്ക് ക്ഷീണം തരിക. ഉഷാറല്ല തരിക, ക്ഷീണം തരും. ഇതേലൊക്കെ ഇനി ഇങ്ങോട്ട് നല്ല ഇതാക്കി ചെടികൾ ഇങ്ങോട്ട് പിടിപ്പിക്കും അവർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്. ഇത് ടോം ആൻഡ് ജെറിയിലെ ജെറിയാണോ ടോമാണോ? ടോം അല്ലേ? ആ ജെറി ഇപ്പുറത്തുണ്ട്. അവരൊക്കെ വെർട്ടിക്കൽ ഇത് അവർ ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക. അതാ സംഭവം. ക്യാക്ടസ്. ഇത് ഇന്ത്യൻ മാപ്പ്. എന്തെല്ലാം ചെയ്തേക്കും? ചെടികൾ, ഇലച്ചെടി. ഏത് കളറിലെ ചെടി? പച്ചക്കളർ. പല കളർ.
താഴെ ഇറങ്ങി പോനാ താഴെ ഇറങ്ങി നടക്കടി. അതാ ഞങ്ങളിവിടെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇവിടെ ഫ്രീസറിലൊന്നും വെക്കുന്ന കാര്യമില്ല കേട്ടോ ഐസ്ക്രീം. ഇല്ല, ഇവിടെ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഇതാ നല്ല വെയിലാട്ടോ. നമ്മൾ റോസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. നല്ല മുട്ടൻ വെയിലാണ്. ഇതേ മോളവിടെ ഉണ്ട്, ഇക്കതേ അപ്പുറത്ത് നിൽപ്പുണ്ട്. നല്ല മുട്ടൻ വെയിലാട്ടോ, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ജസ്റ്റ് വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാം. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, പൂക്കളൊക്കെ ഇങ്ങനെ ഇതായി തുടങ്ങുന്നേ ഉള്ളൂ. സീസൺ ആയില്ലല്ലോ, കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ ആവുന്നേ ഉള്ളൂ. പക്ഷേ എനിക്കിവിടെ വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. ഈ മൊത്തം വിഷ്വൽ കിട്ടൂല, കാണുന്നുണ്ടോ? അങ്ങ് അവിടെ ആ കോല് പോലെ നിൽക്കുന്ന മണ്ടയ്ക്ക് നിൽക്കുന്ന എല്ലാം മരങ്ങളാട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ഫുൾ വിഷ്വൽ. കണ്ടോ, ആൾക്കാർ തിങ്ങി പാർക്കുന്നിടം. സൂപ്പറല്ലേ? അങ്ങോട്ട് എന്തൊക്കെയാ? പുൽത്തകിടിയാ. അത് പുൽത്തകിടിയാ. ഈ സൈഡിലാ റോസാപ്പൂക്കൾ. നടക്കുന്നു നമുക്ക് പൊന്നെ. ഈ റോസാപ്പൂവൊക്കെ കണ്ടോ? എന്ത് ഭംഗിയാ കാണാൻ. ചൂപ്പടാ അല്ലേ? ആണോ? അങ്ങോട്ടാക്കി. എൻ്റെ കുഞ്ഞി റോസാപ്പൂവല്ലേ ഇത്? ഏത് റോസാപ്പൂവിനാണോ ഭംഗി? ഉമ്മച്ചിൻ്റെ റോസാപ്പൂവിനാണോ ആ റോസാപ്പൂവിനാണോ? അതിനാണോ? അങ്ങോട്ട് നോക്കി. ദാഹിക്കുന്നോ? അവിടെ ഇരുന്നിട്ട് മച്ചി വെള്ളം തരാം. മച്ചിൻ്റെ കയ്യിൽ വെള്ളം ഉണ്ട് കേട്ടോ. കുഞ്ഞിനെങ്കിൽ പോ. ഒരു സ്റ്റെപ്പാണ്. ഇനി ഒന്നുകൂടി. കുഞ്ഞ് വീഴല്ലേ? വലത്തോട്ട് നടന്നു നിൽക്കാം. താഴോട്ടല്ല, ഇടത്തോട്ട് വീഴല്ലേ. പച്ചി വീഴല്ലേ. താഴെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. തട്ടി വീഴാതെ നോക്കണം കേട്ടോ, സൈഡ് നോക്കണം. ഇനി സ്റ്റെപ്പുകളാണ്. നോക്ക്. മുടിഞ്ഞ വെയിലാണ് ഇവിടെ. ഒരു ഈ സ്റ്റെപ്പ് ഇച്ചിരി നോക്ക്, ഇറങ്ങും. ഞാൻ പിടിക്കാം. ഇനി ഒന്നുകൂടി. ഇച്ചിരി ഇറക്കം കണ്ട് വീതിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു. അങ്ങോട്ട് ഇടത്തോട്ട്. ബാബനാ അല്ല, അത് ഈ സീസൺ ആകുമ്പോഴത്തേക്ക് റെഡിയാക്കാനായി ചെയ്യുന്നത്. ഇപ്പോൾ ജനുവരിയിൽ ഫെബ്രുവരിയിൽ അവർ ചെയ്താലല്ലേ മെയ് മാസം ആകുമ്പോഴത്തേനും അത് സെറ്റ് ആവുള്ളൂ. മെയ്യിലല്ലേ ഇവരുടെ ഇത് വരുന്നത്, ഏപ്രിൽ മെയ്യിൽ. കൂട്ടത്തോടെ ഇവർ താമസിക്കുന്ന സ്ഥലം, അത് കാണാനൊരു പ്രത്യേക രസം തന്നെ. ഇതേണ്ട ഈ ചെടിയിലൊരു കുഞ്ഞു പൂവ്. ഇങ്ങനെ ഒരു രസം. വലിയ സെറ്റപ്പ് ഒന്നും ആയില്ല, എന്നാലും നമ്മളിങ്ങനെ വന്ന് കണ്ടു ഇത്രയൊക്കെ. ശുംബടോ മച്ചിൻ്റെ റോസാപ്പൂ ഇങ്ങോട്ട് നോക്കി. ഐ ലവ് യു. ഇരിക്കണ്ടല്ലോ. അയ്യോ, കുഞ്ഞിക്കിളികൾ നോക്കിയാളെ. അതാ പാറി. കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. എന്ത്? കുഞ്ഞിനെ വണ്ടി തന്നെ പോകാം. അയ്യോ പറക്കല്ലേടാ, ഇങ്ങോട്ട് പോയോ. പാറിപ്പോയി. മാത്രമേ നിൽക്കുന്നുള്ളൂ.
നിൽക്കഴേ നോക്കിക്കോ, സ്റ്റെപ്പ് നോക്കി കയറണേ. ഞാൻ നോക്കി നോക്കിയാ എന്ത് പൊന്നാ? അവിടെ ആൾക്കാർ ഇരിക്കുന്നു. കുട്ടികളെ കളിക്കും. ആ നിറച്ച് പൂക്കളാകുമ്പോൾ ഇവർ പല ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് നിർത്തുമല്ലേ. ചാടിക്കോ. ഇവിടെ കുറച്ച് റോസാപ്പൂക്കൾ കാണാനുണ്ട് കേട്ടോ. കണ്ടോ, പല നിറത്തിലുള്ള പൂക്കളുണ്ട്. അയ്യോ, കാണുന്നുണ്ടോ എങ്ങനെയുണ്ട്? അയ്യോ, ഇവിടെ നല്ല പൂക്കളുണ്ട്, നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളുണ്ട് കേട്ടോ ഈ സൈഡിൽ. മണമില്ലേ? മണമില്ലേ? പിന്നെ ഈ മണമില്ല ഇല്ലേ? മണം പിടിച്ചാൽ പറ്റത്തില്ല. പിന്നെ പൊന്നെ അങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്ക് അത് ഇതായി പോകും. മണമില്ല കേട്ടോ. തൊട്ട് കൈ നീട്ടി തൊട്ട് മുള്ളു കുത്തും. അയ്യോ മതി. ആ സൈഡിൽ നിന്ന് ഇവിടുന്നൊക്കെ ഒരു മണം വരുന്നുണ്ട്. ആണോ? ഇവിടെ കണ്ടോ ഒരു മഞ്ഞ റോസാപ്പൂ, നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര രസമാണ്. മതി അതാ അങ്ങോട്ട്. ഇനി വേ ടു ടോയ്ലറ്റാണ് അവിടെ. ഇനി വേ ടു ടോയ്ലറ്റാട്ടോ. അപ്പം നമ്മൾ പോകുന്നില്ല, നമുക്ക് തിരിച്ച് നടക്കാം. ഓയ് ഓയ്. അങ്ങനെ റോസ് ഗാർഡൻ നമ്മൾ കുറച്ച് കണ്ടു. ഒത്തിരിയൊന്നും നടന്ന് കണ്ടില്ല കേട്ടോ, കാരണം എല്ലായിടത്തും ഇങ്ങനെ ചെടികളൊക്കെ വെട്ടി ഒതുക്കി വരുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കണ്ടു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കൽപ്പന ഒരു റോസിൻ്റെ പേരത്. ഉർവശിയുണ്ടോ എന്തോ. ഫ്യൂച്ചൂറ പൈപ്പ് വലത്തേരം നിൽക്കും. ന്യൂ ആവേ മരിയ. അരിയോസോ ഇതൊന്ന്. ഹായ്, ഇതിൻ്റെ കളർ നോക്കി. അയ്യോ സുന്ദരി. ഇത് വേറൊരു വെറൈറ്റി. അവളുണ്ട് അവിടെ. കുഞ്ഞതോ തൊടാൻ പറ്റത്തില്ല. മനുഷ്യ എടുക്കുക. ആരെങ്കിലും അടിക്കും നമ്മൾ. ആരെങ്കിലും കണ്ടാൽ വഴക്ക് പറയും. മതി കേട്ടോ. അണിക്കളിക്കുന്നു. എന്താ ഇതിൻ്റെ പേര്? താവു മരിയോ? ലമാസൈലസ്. അങ്ങനെ ചെയ്യരുത്, തൊടരുത് കേട്ടോ, തൊടരുതേ. തൊട്ട് കഴിഞ്ഞാൽ അത് ചാടി പോകും കേട്ടോ. അങ്കറോ അട്ടോൾ സിക്ക ഇതൊന്നും ഉണ്ടായിട്ടില്ല. ക്ലാരിറ്റ കുഞ്ഞാ പതിയെ വരുന്നു. അങ്ങനെ കുറേ ഇല്ലോണ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ പേരെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. ഇത് കണ്ടോ, അത് ഭയങ്കര രസം. മുഴുവൻ വിടർന്നു നിൽക്കുന്ന വലിയ ജംബോ സൈസ് സംഘ. പാസ്റ്റിയർ എന്തൊക്കെ പേരിലാണ് റോസാപ്പൂക്കൾ.
റോക്സ് ബർഗി. നമ്മൾ പുറത്തിറങ്ങുവാണ്.